ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ മലമ്പുഴ ഐറ്റിയിലെ ഓണം സെലിബ്രേഷൻ ആണ്. ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ആദ്യത്തെ പരിപാടിയാണിത്. അങ്ങനെ മുണ്ട കൊടുത്തിട്ടാണ് ഞാൻ പരിപാടിക്ക് വന്നത്. സോ ഇതാണ് ഞങ്ങളുടെ ഈ മെക്ക് വർക്ക്ഷോപ്പ്. ഇവിടെ ഞങ്ങൾ പൂക്കളം മത്സരത്തിന്റെ പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഒത്തൊരുമയോട് കൂടി ചെയ്തത് കൊണ്ട് തന്നെ പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ പൂക്കളം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗൈസ്, ഞങ്ങളുടെ പൂക്കളം ചെറുതായിട്ടൊന്ന് വലുതായി പോയി. അത് കാരണം ഞങ്ങളുടെ പൂക്കളം മത്സരത്തിൽ തന്നെ പുറത്തായി. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ പൂക്കളം എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യും. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ എല്ലാവരും പായസത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്. പിന്നെ ഓണപരിപാടിക്ക് വരുമ്പോൾ മുണ്ടെടുത്തിട്ട് വരില്ല എന്ന് പറഞ്ഞാൽ പലരും ഇവിടെ മുണ്ട കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇവിടെ മുണ്ട കൊടുത്ത് ഇവിടെ മാസ് കാണിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഇവിടെ പായസം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തിനാണ് കേട്ടോ പായസം കൊടുക്കുന്നത്. അല്ല ഗൈസ്, നമ്മൾ എന്തിനാ ഈ ഓണത്തിന് പായസം വെക്കുന്നത്? കാരണം എല്ലാ ഓണത്തിനും പായസം ഉണ്ടാവും. അപ്പൊ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ ഗൈസ്. ഇനി എങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ട് പായസം കുടിക്കുന്നത് ഇവിടെ ഒരാൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മഹേഷ് ഏട്ടൻ. കണ്ടില്ലേ, മഹേഷ് ഏട്ടന് പായസം കിട്ടിയുള്ള സന്തോഷം. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള എല്ലാവർക്കും ഇപ്പൊ പായസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങൾ പായസം കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ ആദ്യത്തിന്റെ ഒരു ഗ്ലാസ് പായസം കൊടുത്തപ്പോൾ അവൻ നല്ല ചൂട് കാരണമായി എനിക്ക് തന്നു. ഞാൻ എന്തേ ഒരുവായി കുടിച്ചു നോക്കിയാണ് ഗൈസ്. എന്താ ചൂട്, നാക്ക് പൊള്ളിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഇതാ എങ്ങനെ ജൂനിയേഴ്സിന് മുമ്പിലൂടെ മാസമായിട്ട് നടന്നു വരാന്ന് കാണിച്ചു തരാണ് ഇപ്പൊ മഹേഷ് ഏട്ടൻ. പിന്നെ നമുക്കിതിന്റെ പുറത്തുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം. പിന്നെ ഓണത്തിന്റെ കളികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. വടംവലി അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾ തന്നെ പറ, കയ്യിലൊരു കണ്ണാടി കിട്ടിയാൽ എങ്ങനെ നമ്മൾ ദുൽഖർ സൽമാനും സൽമാൻ ഖാനും ആവും? പക്ഷെ ഇത്രയും പേരിന് മുമ്പിൽ ഇതുപോലെ നടക്കാനുള്ള കോൺഫിഡൻസ് ഇവന് മാത്രമേ ഉള്ളൂ. എന്താ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ. ഇവിടെയുള്ള കുറച്ച് പേരുടെ ക്രഷാണ് നമ്മുടെ പീട്ടു. അങ്ങനെ ഗൈസ്, ഈ മാസമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പൂക്കളം കാണാനാണ്. ചെറിയൊരു ഇഞ്ച് വ്യത്യാസത്തിലാണ് ഞങ്ങൾ ഡിസ്ക്വാളിഫൈ ആയി പോയത്. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, ഞങ്ങളുടെ ഈ വർഷത്തെ ഓണപരിപാടി ഞങ്ങളുടെ മലമ്പുഴ ഐറ്റിയിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം ആഘോഷിക്കാൻ പറ്റിയതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. ചെറിയൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്ത കൊല്ലത്തെ ഓണപരിപാടിക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ഗൈസ്, നമ്മുടെ വീഡിയോ ഇതുവരെയായിട്ട് കണ്ടിട്ട് ആരും ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അടിച്ചു പൊട്ടിച്ചിരിക്കുക. നമുക്ക് 10K അടിക്കാനായിട്ട് ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി മതി. അപ്പോൾ അതിൽ അടുത്ത വീഡിയോ കാണാം.